പഠിച്ച നമുക്കായിട്ട് ജനിപ്പിച്ച ഒരു ആളുണ്ട്, ഒരു പാർട്ട്ണർ ഈ ലോകത്തുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അത് വരാൻ കുറച്ച് സമയമാവും ചിലപ്പോൾ. നിങ്ങൾ കല്യാണപ്രായമായിട്ടും കല്യാണം കഴിക്കാൻ നടക്കുന്ന ഒരാളാണ് എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ വന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടൂല, ആരെങ്കിലും കെട്ടിക്കോ, ഒന്നും നോക്കണ്ട, അതൊന്നും നോക്കാൻ നിൽക്കണ്ട, അങ്ങനെ കെട്ടിക്കോ, പിന്നെ പെണ്ണ് കിട്ടൂല, ഒരു വയസ്സ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടൂല. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അടുത്ത് വന്ന് പറയും പിന്നെ ചെക്കനെ കിട്ടൂല, നല്ല ജോലി ഉണ്ടോ, എനിക്ക് വേറെ നോക്കണ്ട, അങ്ങനെ കെട്ടിക്കോ, അങ്ങനെ എന്നൊക്കെ പറയും. ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ വാക്ക് കേട്ട് നിങ്ങൾ കെട്ടാൻ നിൽക്കരുത്. നിങ്ങൾ അങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം നിങ്ങളുടെ ജീവിതമാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കാനുള്ളത് നമ്മളാണ്. അപ്പം നമുക്ക് ഓക്കെയാണ്, നമ്മൾ കണ്ട് സംസാരിച്ച് 100% ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അത് സമ്മതിച്ചാൽ മതി. ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഒരു 50% വെച്ചിട്ട് നമ്മൾ ഓക്കെ പറയാൻ നിൽക്കരുത്. കാരണം കല്യാണം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കി നമ്മൾ ചുറ്റുപാട് കാണാം, കുറേ ഡൈവേഴ്സുകൾ വരുന്നുണ്ട്. അതൊക്കെ എന്താണ്, ചിലപ്പോൾ ഒന്നും നോക്കാണ്ട് കെട്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കെട്ടാൻ നിൽക്കരുത്. കാരണം നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാണ്. നമ്മൾ സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ഇതാക്കിയാൽ മതി. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മാത്രം നടക്കേണ്ട സംഭവമാണ്. അത് പിന്നെ നടക്കേണ്ട സംഭവമല്ല. അപ്പോൾ ഡൈവേഴ്സായി പിന്നെ അത് അങ്ങനെ നടക്കേണ്ട സംഭവമല്ല. ജീവിതത്തിൽ ഒറ്റവട്ടം നടക്കേണ്ട ഒരു സംഭവമാണ് ഈ കല്യാണം. അത് നമ്മൾ നോക്കി കണ്ട് 100% ഓക്കെ ആണെങ്കിൽ, നമുക്ക് എത്ര പൊരുത്തുള്ള ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ ഓക്കെ പറഞ്ഞ് മുമ്പോട്ട് പോയാൽ മതി. അല്ലാണ്ട് വേറെ ആൾക്കാരെ വാക്ക് കേട്ടിട്ടും ഇതൊന്നും നിങ്ങൾ ഒരിക്കലും അതിന് നിൽക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ് നഷ്ടപ്പെടുക. പിന്നെ അതേമാതിരി തന്നെ ഇപ്പോൾ ചിലരെ പറ്റിയില്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നു ആരും പറ്റണില്ല, അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിക്കാങ്കിൽ പെണ്ണ് കിട്ടൂല എന്നൊക്കെ ചിലപ്പം പറയും. പക്ഷെ നിങ്ങൾ അതിൽ തളരാൻ പാടില്ല. നമുക്കായിട്ട് വിധിച്ച ഒരാളുണ്ട്. ആ സമയം ആ ഒരാൾ വരുമ്പോൾ നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും നമുക്ക് അവിടെ അപ്പം പറ്റുമോരെ. പഠിച്ച നമുക്കായിട്ട് ജനിപ്പിച്ച ഒരു ആളുണ്ട്, ഒരു പാർട്ട്ണർ ഈ ലോകത്തുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. അത് വരാൻ കുറച്ച് സമയമാവും ചിലപ്പോൾ. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾ ഇപ്പോൾ പറയും ഓനെ എൻ്റെ ഭാഗത്തുള്ള എല്ലാവരും കിട്ടി, ഈ മാത്രമാണല്ലോ ഇങ്ങനെ നടക്കുന്നത്, എനിക്ക് മാത്രം പെണ്ണ് കിട്ടൂലല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരാൾ ആ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ 25 വയസ്സ് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര കഴിക്കണമെന്നില്ല. ഓരോരുത്തർക്ക് ഓരോ സമയമാണ്. സമയമാകുമ്പോൾ അത് വരും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? വേറെ ആൾ വാക്ക് കേട്ടിട്ടോ അങ്ങനെ ആക്കിയിട്ടോ നിങ്ങൾ ഒന്നും നിൽക്കരുത്. നമുക്ക് ഓക്കെയാണ്, തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ. നമ്മളെ ജീവിതം നമ്മളാണ് ജീവിക്കേണ്ടത്. ഈ കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ല കാരണം ബാക്കി ആൾക്കാരൊന്നും കാണൂല, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ റിസ്ക് എടുക്കരുത്. ഓക്കെ.